അസ്സലാമുഅലൈക്കും, നമസ്കാരം. എല്ലാവർക്കും സേതു കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ യൂട്യൂബിലും ടിക്ടോക്കിലും ഒക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഡൽഗോണ കോഫിയാണ്. ഞാനും അങ്ങനെ ഉണ്ടാക്കി ഡൽഗോണ കോഫി. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാട്ടോ. ഇത് നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. ബീറ്ററൊന്നും ഇല്ലാതെ വിസ്ക് ഉപയോഗിച്ചായിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുമുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് കോഫി പൗഡർ ഇട്ട് കൊടുക്കണം. ഞാൻ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആദ്യം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ളതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ചെയ്യുന്നത് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് ഏകദേശം ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇത് കണക്ക് വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്താൽ മാത്രമേ നല്ല ക്രീമി പരുവായിട്ട് കിട്ടത്തുള്ളൂ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റെങ്കിലും വേണ്ടി വരും. ഇത് വിസ്ക് ഞാൻ വലിയ വിസ്ക് ആയതുകൊണ്ടാണ് ഏകദേശം 5 മിനിറ്റിൽ നമുക്കിത് കിട്ടുന്നത്. ചെറിയ വിസ്ക് വെച്ചിട്ടാണ് നിങ്ങൾ ബീറ്റ് ചെയ്ത് വയ്ക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാണ്ട് നമ്മുടെ വിസ്കിൽ നിന്ന് വിട്ടു വരത്തില്ല. ഈ ഒരു രീതിയിലാവുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോഫിക്ക് വേണ്ടുന്ന ക്രീം റെഡി ആയിട്ടുണ്ട്. കോഫി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം പാലൊഴിച്ച് കൊടുക്കണം. ഈ പാലിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച് തണുപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. ഇനി ഇതിലെ മുകളിലോട്ട് നമുക്ക് ഈ ക്രീം ഇട്ട് കൊടുക്കാം. അതായത് ഇതിൻ്റെ പ്രത്യേകത ഈ സെറ്റ് ചെയ്ത് വെക്കുന്ന രീതിയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. ഡാൽഗോണ കോഫി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ.